എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മട്ടൻ പുലാവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. മട്ടൻ വെച്ചിട്ട് മാത്രമല്ല, ചിക്കൻ വെച്ചിട്ടോ ബീഫ് വെച്ചിട്ടോ ഇതേ രീതിയിൽ നിങ്ങൾക്ക് പുലാവ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. ഈ റൈസിലേക്ക് ആ മട്ടൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങിയിട്ട് നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റുള്ളൊരു പുലാവാണ്. വളരെ എളുപ്പമാണ് തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ മട്ടൻ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 1/2 കിലോ നെയ്യോട് കൂടിയിട്ടുള്ള കുറച്ച് മട്ടൻ എടുത്തിട്ടുണ്ട്. എല്ലോട് കൂടിയിട്ടുള്ള മട്ടനാണ്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തു. ഇനി ഇതിലേക്ക് നമുക്ക് മുഴുവനുള്ള കുറച്ച് ഗരം മസാല ചേർക്കണം. അതിന് വേണ്ടിയിട്ടൊരു വലിയ കഷ്ണം പട്ട, 3 ബേ ലീഫ്, 4-5 ഏലക്ക, 1 ജാതിപത്രി, തക്കോലം, ഗ്രാമ്പുമൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും പകുതി നമുക്കിതിലേക്ക് ചേർക്കാം. നിങ്ങൾ എത്രയാണോ മട്ടൻ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് ഗരം മസാലയുടെ അളവ് നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ്. ആ സ്പൈസൊക്കെ ഒന്ന് ചതച്ചിട്ടാണ്, ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ടുമാണ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ല കട്ട തൈരാണ് ചേർക്കുന്നത്. മട്ടൻ ആയതുകൊണ്ട് തന്നെ നമുക്കിത് പ്രഷർ കുക്കറിലിട്ടൊന്ന് വേവിച്ചിട്ട് വേണം പുലാവാക്കി എടുക്കാനായിട്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് ഫ്രഷായിട്ട് പൊടിച്ചതും, പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. ഇതിലേക്ക് നമ്മൾ മുളക് പൊടി ഒട്ടും തന്നെ ചേർക്കുന്നില്ല. ഒരു വൈറ്റ് കളറിലുള്ളൊരു പുലാവാണ്. പിന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ നമ്മളിതിലേക്ക് വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയിൽ നിന്നും ഒരു 1/2 ടീസ്പൂണും കൂടി ചേർത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുക. ഇനി മട്ടനൊക്കെ നല്ലതായിട്ടൊന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് ഒരു പകുതി നാരങ്ങയുടെ നീരും കൂടി പിഴിഞ്ഞിട്ട് ഒഴിക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് 1 മണിക്കൂർ നേരം ഒന്ന് മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നന്നായിട്ട് ഈ ഒരു മസാലയൊക്കെ പിടിച്ച് കിട്ടും. അപ്പോൾ നമ്മൾ 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിത് പ്രഷർ കുക്ക് ചെയ്ത് എടുക്കാം. പ്രഷർ കുക്കറിൽ നമ്മൾ മട്ടൻ പീസുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു പാത്രം കഴുകി ഒരു 1/2 കപ്പോളം വെള്ളം ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് മട്ടൻ വേവുന്ന വരെ ഒന്ന് വേവിക്കാം. അപ്പോൾ ഈ ഒരു മട്ടൻ 3 മുതൽ 4 വിസിൽ വരെ മതി ഇത് വേവാനായിട്ട്. അപ്പോൾ അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ 1 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. ബാക്കി എണ്ണയും കൂടെ ചേർക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ചേർത്തിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് സവാള നീളത്തിലരിഞ്ഞതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മളിവിടെ 2 വലിയ സവാള നീളത്തിലരിഞ്ഞത് എടുത്തിട്ടുണ്ട്. നമ്മളിതൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണെങ്കിൽ കൂടി നമ്മൾ ഇതിലേക്കൊരു കേരള ടച്ചും കൂടി വരുത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ കറിവേപ്പില അതുപോലെ തന്നെ കാന്താരി മുളകൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ പുലാവ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് ഈ പുലാവിന്. കുറച്ച് കറിവേപ്പിലയും കൂടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പിലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് മാത്രം ഇട്ടാൽ മതി, നിർബന്ധമില്ല. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. നേരത്തെ നമ്മൾ മാറ്റി വെച്ച മുഴുവനുള്ള ഗരം മസാലയിൽ നിന്നുള്ള ബാക്കിയും കൂടി ചേർത്തിട്ട് ഈ ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയുടെ കളറൊക്കെ മാറി ഒന്ന് വഴണ്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തിരിക്കുന്നതാണ് ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എന്ന് പറയുന്നത്. നന്നായിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ടിട്ട് വേണം നമുക്കിതിലേക്ക് മസാലയൊക്കെ ചേർത്ത് കൊടുക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു പച്ചച്ചുവ വരും. ഇനി നമ്മളിതിലേക്ക് കുറച്ച് കാന്താരി മുളകാണ് ചതച്ചിട്ട് ചേർക്കുന്നത്. കാന്താരി മുളക് ഉണ്ടെങ്കിൽ കാന്താരി മുളക് ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നോർമൽ പച്ചമുളക് ചേർത്താലും മതി. കാന്താരി മുളക് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ പുലാവിന്. ഇനി ഇതിലേക്ക് നമ്മൾ വീണ്ടും ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർക്കാം. ബിരിയാണി മസാലയിൽ കുറച്ച് ചെറിയ ജീരകം ഇടാറുണ്ട്, അപ്പോൾ അത് വെച്ചിട്ടാണ്. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിച്ചും കൂടി ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് പച്ചമണം ഒന്ന് മാറ്റിയെടുക്കാം. പച്ചമണം ഒക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. നമ്മളിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വറുത്ത ജീരകത്തിൻ്റെ പൊടി കൂടി ചേർക്കുന്നുണ്ട്. നന്നായിട്ടൊന്നുകൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇതേസമയം നമ്മുടെ മട്ടനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ആ വെന്ത വെള്ളം ഓടുകൂടി നമ്മൾ ആ മട്ടൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഈ ഒരു മട്ടൻ ഗ്രേവിയിൽ കിടന്നിട്ടാണ് നമ്മുടെ റൈസ് വേവാൻ പോകുന്നത്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് ആ ചാറൊന്ന് കുറുകിയതിന് ശേഷം നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. നമ്മളൊരു വലിയ തക്കാളി നീളത്തിൽ അരിഞ്ഞത് ഇതിലേക്ക് ചേർക്കാൻ പോവാണ്. അപ്പോൾ മട്ടൻ്റെ ആ ചാറൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഒരുപാടങ്ങ് വെള്ളമായിട്ടല്ല കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ
മസാല തയ്യാറാക്കുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ബസ്മതി റൈസ് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു അരമണിക്കൂർ നേരം കുതിർക്കാനായിട്ട് മാറ്റി വെക്കണം. നമ്മൾ സാധാരണ ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 കപ്പ് ബസ്മതി റൈസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് കഴുകിയിട്ട് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മട്ടൻ്റെ ഗ്രേവിയിൽ കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് ബാക്കി വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ 2 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 3 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് വെള്ളം എന്ന് പറയുന്നത് മട്ടൻ്റെ ഗ്രേവിയാണ്. അങ്ങനെ മൊത്തത്തിൽ 4 കപ്പ് വെള്ളമാണ് വേണ്ടത്. ഇനി ഈ ഗ്രേവി നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരി കൂടി ചേർത്തിട്ട് അടച്ചു വെച്ച് നമുക്കിത് വേവിച്ച് എടുക്കാം. നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. ഇനി ബിരിയാണിയിലും പുലാവിലും ഒക്കെ നമ്മൾ കുറച്ച് കെവ്ര വാട്ടർ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നോർത്ത് ഇന്ത്യൻ ഒരു ടേസ്റ്റ് കിട്ടുന്നൊരു വാട്ടറാണ്. ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പകരം റോസ് വാട്ടർ ചേർത്താലും മതി. ഇനി അതും ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ചേർക്കുമ്പോൾ ഒരു പ്രത്യേക മണമാണ്. ചേർക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക, ഒരുപാട് കൂടിപ്പോകരുത്. ഒരു 4 തുള്ളിയൊക്കെ ചേർത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരി കൂടി ചേർത്തിട്ട് അടച്ചു വെച്ച് ചെറുതീയിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ച് എടുക്കാം. അരി കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരുപാട് നേരം ഇളക്കരുത്. നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അടച്ചു വെച്ചിട്ട് തീ പകുതിയാക്കി കുറയ്ക്കുക. ഒരു 10 മിനിറ്റ് ചെറുതീയിലിട്ട് ഇത് കുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ടാവും. അപ്പോൾ വെള്ളം കുറച്ചുകൂടെ വറ്റാനുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഇളക്കിയിട്ട് അടച്ചു വെച്ച് തീ ഓഫ് ചെയ്യാവുന്നതാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് സെറ്റായിട്ട് ഇരിക്കും. ചോറൊക്കെ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. എന്നാൽ കുറച്ച് വെള്ളത്തിൻ്റെ മയമുണ്ട്. അപ്പോൾ നമുക്കത് ഒന്നുകൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് നമുക്ക് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി കുറച്ചുകൂടെ ഒക്കെ വേവാനുണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടെ ചെറുതീയിലിട്ട് അടച്ചു വെച്ചാൽ മതി. ആ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് കിട്ടിക്കോളും. മട്ടയിൽ നിന്നൊക്കെ ഫാറ്റൊക്കെ ഉള്ളതുകൊണ്ട് ഈ അരി ഒന്നിൽ തൊടാതെ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ വെന്ത് കഴിയുമ്പോൾ കിട്ടും. അപ്പോൾ അടച്ചു വെച്ചിട്ട് നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇത് തുറന്നു നോക്കാം. ഇപ്പോൾ നമ്മുടെ പുലാവൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഒന്നുകൂടെ ഇളക്കി നോക്കാം. നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ വീണ്ടും ഇത് അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് തുറന്ന് വെച്ചാൽ ഇത് നല്ല ഡ്രൈ ആയിട്ട് കിട്ടും. നല്ല ടേസ്റ്റാണ് റൈസിനും. മട്ടൻ്റെ ഫുൾ എസൻസ് ചേർന്നിട്ടുള്ള ഒരു റൈസാണ്. ഇതേ രീതിയിൽ തന്നെ നമുക്ക് ചിക്കനോ ബീഫോ വെച്ചിട്ടോ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്